നമ്മുടെ വി ഡി സതീശൻ ഒരു വലിയ പ്രസ്താവന നടത്തി. പക്ഷെ ഒരിക്കലും ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവിൽ നിന്ന് വരേണ്ട പ്രസ്താവന അല്ല. ജാതി മത സംഘടനകളും വർഗബഹുജന സംഘടനകളും അവർക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവർ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ ഭാഷ കടുത്തതായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും, ചിലപ്പോൾ അശ്ലീലമായിരിക്കും, ചിലപ്പോൾ അവർ വളരെ വികലമായിട്ടായിരിക്കും പറയുന്നത്. അതിൽ അവർക്ക് കിട്ടാത്തതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഉള്ളത്. അങ്ങനെ ഈഴവരായിട്ടുള്ള മനുഷ്യർക്ക്, ഈഴവർക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള സങ്കടം വളരെ വലിയ തോതിൽ വെള്ളാപ്പള്ളി നടേശൻ പല സ്ഥലത്ത് നടന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് വി ഡി സതീശൻ കയറി ചലഞ്ച് എടുക്കേണ്ട കാര്യമില്ല. വി ഡി സതീശൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ചലഞ്ച് എന്താണ്? ഞാൻ അത് രസമുണ്ട് കേട്ടോ, നല്ല രസകരമായൊരു ചലഞ്ചാണ്. വെള്ളാപ്പള്ളി പറഞ്ഞത് 100 സീറ്റ് പിടിച്ചാൽ ഞാൻ പ്രസിഡന്റ് സ്ഥാനം അവസാനിപ്പിക്കും. അപ്പോൾ സതീശൻ കുറച്ചൊന്ന് സൂക്ഷിച്ചാണ് ഇട്ടിരിക്കുന്നത്. സതീശൻ പറഞ്ഞു UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ സ്ഥാനം അവസാനം. അപ്പോൾ യഥാർത്ഥത്തിൽ വെല്ലുവിളി ഏറ്റെടുത്തില്ല. അല്ലെ പിന്നെ പറയണം 100 സീറ്റിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും, രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞാൽ കറക്റ്റായി. ഇത് ചോദ്യം ഒന്ന്, ഉത്തരം വേറെ. പയർ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അരി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്നുള്ളൊരു വെല്ലുവിളി ആയിപ്പോയി. എന്തായാലും വെല്ലുവിളി നല്ല രസകരമായ വെല്ലുവിളിയാണ്. സതീശൻ അങ്ങനെ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. തെരഞ്ഞെടുപ്പാണ്, ചിലപ്പോൾ അധികാരത്തിൽ വരും, ചിലപ്പോൾ അധികാരത്തിൽ വരത്തില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കിടക്കുന്ന UDFന് അനുകൂലമായ ഒരു ട്രെൻഡ് കേരളത്തിൽ കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. അത് സതീശനും ടീമൊക്കെ അങ്ങനെ പറയുന്നു. ഇനി BJPയുടെ റോളുണ്ട്. കഴിഞ്ഞ ദിവസം പാലോട്ടറി പറഞ്ഞ പോലെ 10-60 സീറ്റിൽ BJP എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയില്ല. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങളുണ്ട് ഇവിടെ. വലിയ സ്ട്രാറ്റജിക് മൂവ്മെൻറ്റുകൾ ഒരുപാട് നടക്കും ഇവിടെ. അതിനിടയിൽ തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വരുമെന്നും 100 സീറ്റിൽ അധികാരത്തിൽ വരുമെന്നും വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിനിതാ ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നത് പറഞ്ഞു. അപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് 100 സീറ്റിൽ അധികാരത്തിൽ വരുമെങ്കിൽ ഞാൻ എൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയും. ഇത് കേട്ട് വനവാസത്തിന് പോകും. എന്നിട്ട് ചോദിച്ചു 100 സീറ്റ് പിടിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുമോ? അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു 100 സീറ്റ് പിടിക്കുന്ന കാര്യത്തിനകത്ത് അവിടെ നിൽക്കട്ടെ, അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും, രാഷ്ട്രീയ വനവാസത്തിന് പോകും, രാഷ്ട്രീയം മതിയാക്കും. എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഇതൊക്കെ എന്ത് വെല്ലുവിളിയാണ്? കൊച്ചു പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടത്തുന്ന ഒരുതരം വെല്ലുവിളികളിലേക്കല്ലേ ഇവർ പോകുന്നത്? എന്തിനാണ് അങ്ങനെ വെല്ലുവിളിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? വെല്ലുവിളിക്കിടയൊന്നും ആവശ്യമില്ല. ഒരു മത നേതാവ് അത് പറയട്ടെ, അത് ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ അത് അതിന് അവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും പരിധി ഉണ്ടെങ്കിൽ UDF വരുമ്പോൾ പരിഹരിക്കേണ്ട വിഷയങ്ങൾ പരിഹരിക്കും എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ പക്വതയുടെ ലൈൻ എടുക്കുന്നതിന് പകരം അതൊക്കെ വ്യക്തിപരമായി എടുത്ത് അത് എന്നോടുള്ളൊരു ഇതാണെന്നൊക്കെ വ്യക്തിപരമായിട്ട് തന്നെ പറഞ്ഞു. വി ഡി സതീശാന്ന് പേര് വിളിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷേ വി ഡി സതീശാന്ന് പേര് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ വി ഡി സതീശൻ എന്ന് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടാണ് പറയുന്നത്. നാളെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നെങ്കിൽ അത് അങ്ങനെയുള്ള വി ഡി സതീശനോടാണ് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയോടാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് അല്ല, പരവൂർ MLAയോട് എന്തായാലും ഇങ്ങനെ പറയില്ലല്ലോ. അതുപോലെ തന്നെ നാളെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് അല്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി ഇത് പറയത്തില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും വ്യക്തികളോടല്ല പറഞ്ഞത്, പൊസിഷനോടാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൊസിഷനിൽ നിന്നൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി. അപ്പോൾ ആ പരാതിയെ ആ ഒരു മെരിറ്റിൽ കാണാതെ വ്യക്തിപരമായി കാണുകയും അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോവുകയും വെല്ലുവിളികളായി മാറ്റുകയും ആ വെല്ലുവിളിയിൽ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പക്വതയുള്ള രാഷ്ട്രീയമായി തോന്നിയില്ല. വി ഡി സതീശൻ കുറച്ചുകൂടി സംസ്ഥാനത്തിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാനുള്ള സമയം കണ്ടെത്തണം. നിങ്ങൾ അധികാരത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. അതിനുള്ള പ്രവർത്തനം നിങ്ങൾ നടത്തുക. BJP അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞാണ് അവർ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ പ്രവർത്തനം അവർ നടത്തട്ടെ. 3ാം ടേം വരുമെന്ന് പറഞ്ഞാണ് LDF പ്രവർത്തിക്കുന്നത്, അവരെ പ്രവർത്തനം അവർ നടത്തട്ടെ. ജനാധിപത്യ പ്രക്രിയയാണല്ലോ, അവർ ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്തായാലും അസംബ്ലിക്ക് മുമ്പ് ഒരു തദ്ദേശീയ തെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇതിൻ്റെ സ്ഥിതി, എന്താണ് യാഥാർത്ഥ്യം, എന്താണ് സത്യമെന്ന് മനസ്സിലാക്കാൻ പറ്റും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയെന്ന് വിചാരിച്ച് അത് തന്നെ അസംബ്ലിയിൽ വരണമെന്നും കേരളത്തിലില്ല. കാരണം അങ്ങനെ പലപ്പോഴും വന്നിട്ടുണ്ട്. താഴെത്തലങ്ങളിൽ LDF വരും, പിന്നെ ഇടയ്ക്ക് UDF വരും, പിന്നെ അങ്ങനെ ചിലപ്പോൾ സംസ്ഥാനത്ത് LDF വരുമ്പോൾ രാജ്യത്ത് കോൺഗ്രസിന് ജയിപ്പിക്കും, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിപ്പിക്കും. ഇങ്ങനെ വലിയ പാറ്റേൺ വ്യത്യാസമുള്ളൊരു തെരഞ്ഞെടുപ്പ് രീതിയാണ് മലയാളി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ തന്നെ 3 തെരഞ്ഞെടുപ്പിൽ 3 രീതിയിൽ വോട്ട് ചെയ്യുന്ന കൺസെപ്റ്റും കൾച്ചറും കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഒന്നിനെയും വിലയിരുത്തേണ്ട. സതീശൻ എന്തായാലും കുറച്ചുകൂടി പക്വതയുള്ളൊരു രീതിയിലേക്കുള്ള മറുപടികൾ പറയണം. വെള്ളാപ്പള്ളി പറയട്ടെ, അതിന് വേണമെങ്കിൽ സതീശൻ്റെ കൂടെയുള്ള ആളുകളെ കൊണ്ട് അത്യാവശ്യം തെറിയൊന്നുമല്ല മറുപടികൾ പറയിക്കാം. അതിനപ്പുറം താങ്കൾ ഇങ്ങനെ വെല്ലുവിളിയൊന്നും നടത്തി പോകുന്നത് ശരിയായൊരു രാഷ്ട്രീയ ലൈനല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്.